ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് 2-3 ദിവസമൊക്കെ ആയി. എക്സാം നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ഒരു വീഡിയോ ആണിത്. ചെറിയൊരു ആഘോഷമായിരുന്നു. കുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് എക്സാം ആയത് കാരണം പ്രത്യേകിച്ച് നടത്തിയെടുക്കാനായിട്ടുള്ളൊരു നമുക്കൊരു ടൈം ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് പിന്നീട് ന്യൂ ഇയറിനോ അവർ വരുന്ന സമയത്ത് 5-ാം തീയതിയൊക്കെ ഇനി തുറക്കത്തുള്ളൂ, ആ ടൈമിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് സാരിയൊക്കെ എടുത്ത് പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു സമയത്താണ് ഞങ്ങളിത് ചെയ്തത്. ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, സെറ്റ് ചെയ്തു. കഷ്ടപ്പെട്ട് മുറിക്കുന്നത് കണ്ടോ, എന്താ ബുദ്ധിമുട്ടെന്നറിയോ. പിന്നെ വലിയ പ്ലാനിങ് ഒന്നും നടത്തിയില്ലായിരുന്നു. കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ഈ കാണിച്ച കുരുപ്പാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആൾ. സോന ടീച്ചറിൻ്റെ മോനാണ്. ആൾ ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ കേക്ക് അവന് വലിയ ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല, എന്നാൽ ഈ കേക്ക് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കഴിച്ചു, ഭയങ്കര സന്തോഷം. തിന്നുന്നത് എനിക്കിങ്ങനെ കാണിച്ചു തന്നു, കഴിക്കുന്ന ഇങ്ങനെ കാണിച്ചാണ് കഴിച്ചത്. ഭയങ്കര കുസൃതിയാണ്. ടീച്ചറൊക്കെ അവൻ്റെ പിറകെ ഓടി ഇറങ്ങുന്നുണ്ട്. പിന്നെ സോന ടീച്ചർ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കൊണ്ട് കാർഡ് ധരിപ്പിച്ചു കേട്ടോ. എല്ലാവർക്കും കിട്ടി കാർഡ് തന്നു. കുട്ടി കാർഡായിരുന്നു. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾക്കിതൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ അങ്ങനെ അധികം ആരിങ്ങനെ കാർഡൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. എനിക്കും കിട്ടി കേട്ടോ. അത് ഞാൻ എടുത്തു നോക്കിയില്ല ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഉണ്ണിക്കുറിയൊക്കെ ഇട്ടിട്ട് ആ ഒരു ഏർപ്പാടുണ്ടല്ലോ. എക്സ്പ്രഷൻസ് കണ്ട മനസ്സ ടീച്ചറിൻ്റെ എക്സ്പ്രഷൻസാണ് ഹൈലൈറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിക്കുറി ഇട്ടിട്ട് ഓരോ ഡ്രസ്സൊക്കെ കിട്ടി. ഇതെനിക്ക് കിട്ടിയതാണ്. പിന്നെ ടീച്ചറിന് മോളുള്ളതുകൊണ്ട്, അശ്വതി ടീച്ചറിന് മോളുള്ളതുകൊണ്ട് മോൾക്കൊരു പാവയായിട്ടാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പൗർണമി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ചെറിയ ഗിഫ്റ്റ് കൊടുത്താലും വലിയ ഗിഫ്റ്റ് കൊടുത്താലും ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടുതൽ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ആ പരിസരത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം ഞങ്ങൾ വേറെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ വണ്ടികളായിട്ട് അങ്ങ് വെച്ച് പിടിച്ചു. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് ഞാനും പൗർണമിയും കൂടി ജീപ്പ് കണ്ടിട്ട് അതിൻ്റെ പിറകെ പോയി. അപ്പോഴേക്കും ഞങ്ങളെ ഇട്ടിട്ട് എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് പോയി. പിന്നെ അവിടെ കുട പിടിച്ചിരുന്ന മാമിമാരടുത്ത് എല്ലാം ചോദിച്ചു പോയി. ഈ ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് ആരെങ്കിലും ഇതുവഴി പോയോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചുവപ്പും പച്ചയായിരുന്നല്ലോ. ചുവപ്പിങ്ങനെ എടുത്ത് കാണാൻ പറ്റിയതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു. അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കൊള്ളായിരുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടന്ന കുറേ ചെടികൾ. പിന്നെ ദൈവം സഹായിച്ച് ഞങ്ങളാരും ചെടികളൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. ചുമ്മാ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഏറെക്കുറെ ഞങ്ങൾ വീട് സ്കൂള് പഠിപ്പിക്കൽ ഇത് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം എന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. അവിടെയുള്ള മാമിമാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആരാണോ എന്തോ ബുദ്ധിയില്ലാതെ കുറച്ച് ആൾക്കാർ ഇതുവഴി ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ച് കാണും. കാരണം അത്രയ്ക്കുള്ള കുസൃതനം നമ്മളവിടെ കാണിച്ചു. അത് സത്യമാണ്. കൊള്ളായിരുന്നു. ഇങ്ങനെ കയറ്റവും ഇറക്കമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മുളങ്കാടിൻ്റെ ഇടയിലൊക്കെ വനജ ടീച്ചറെ ചെന്ന് കയറുന്നുണ്ട്. പക്ഷേ അവിടെ പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്തടി ഓടി. ഏതായാലും അതൊക്കെ സൂപ്പറായിരുന്നു. ചിരിച്ചൊരു തീരുമാനമായി. പിന്നെ പാട്ടൊക്കെ പാടിയാണ് ഞങ്ങൾ പോയത്. പലതരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു. അത് ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ചെടി തന്നെ, പക്ഷെ പല പല പൂക്കൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളുണ്ടായിരുന്നു. ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇതൊന്നും ഞങ്ങൾ വീട്ടിൽ കൊണ്ടൊന്നും വെച്ചാൽ തീർച്ചയായും ഇതൊന്നും പൊടിക്കൂല. എന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്ന ഒരു ഏർപ്പാടാണ്. പിന്നെ ഇവിടെ 5 ലക്ഷം വിലയുള്ള മരത്തിൻ്റെ ആ ഒരു ഇത് വരെ കിട്ടും, ചെടി വരെ കിട്ടുക, മരം വരെ കിട്ടും. ഈ മരമാണത്. 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അടങ്കൽ തുക എന്ന് പറഞ്ഞ് എഴുതി വെക്കുമല്ലോ താഴെ, അതുപോലത്തെ ഒരു ഏർപ്പാടായിരുന്നു. 5 ലക്ഷം രൂപയുടെ കണ്ട് ഞങ്ങൾ ഞെട്ടി. എന്നാൽ അതിൻ്റെ മുട്ടിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു പവറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ദൂരം നടന്ന് അതുവഴി ഇപ്പുറത്ത് ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നത് കാരണം കുറേ പേര് അങ്ങനെയും നോക്കിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ എന്താ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കുറേ ചെടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഫോട്ടോ എടുക്കാനുള്ള ഓട്ടമാണത്.
പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുന്ന കാണാൻ. അപ്പം ഞാനും എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.